വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നങ്ങനെ അടുത്തൊരു സൺഡേ ആയി. ഞങ്ങൾ കഴിഞ്ഞ സൺഡേ ജസ്റ്റ് ബെറി പിക്കിങ്ങിന് പുറത്ത് പോയായിരുന്നു. യൂഷ്വലി ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇന്ന പ്ലേസ് ഒന്നും മനസ്സിൽ ഓർത്തിട്ട് നല്ല പോവാറ്. പുറത്തേക്ക് ഇറങ്ങും, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും, എന്നിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിക്കാം എന്നാൽ ഇന്ന് ഈ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെയാണ് പോവാറ് കൂടുതലും. ഇന്നും അതുപോലെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതൊരു യുദ്ധഭൂമി പോലെയല്ലേ എൻ്റെ പുറകെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പകുതിപ്പോൾ കണ്ട സ്ഥലമാണ് കേട്ടോ. എന്താ ഇതിൻ്റെ പേര്? പ്രിസർവേഷൻ പാർക്ക്. ഫണ്ടി നാഷണൽ പാർക്കിലൂടെയാണ്. നമുക്ക് അതിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് 2 സ്ഥലങ്ങളൊക്കെ നിർത്തി കാണിച്ച് തന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പാടം, മല, കറക്റ്റ് അങ്ങനെയില്ല ലൊക്കേഷൻ. എൻ്റെ വീടിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ. പാടം, മലകളും തെങ്ങിൻതോപ്പും അങ്ങനെയൊക്കെയാണ് എൻ്റെ വീടുള്ളത്. ഇതും എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് പക്ക അതുപോലെ തോന്നിയത്. അപ്പോൾ ഇതൊരു ഓപ്പൺ മ്യൂസിയം ആണ്. ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമുക്കിവിടെ കുട്ടികളെയും കൊണ്ട് വൈകുന്നേരങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ കളിക്കാനൊക്കെ പറ്റും. നമുക്കല്ല കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാല് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നേരെ ഫണ്ടി നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അബിഗേൽ കരഞ്ഞു തുടങ്ങി, അതുകൊണ്ട് ഇനി ഇവിടുത്തെ പോയില്ലെങ്കിൽ ഭയങ്കര സീനാവും. അപ്പോൾ ഞങ്ങൾ പോവാണ് ഇനി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തി. കാരണം ഇനി പോയി അങ്ങടെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കടകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിർത്തി. അവൻ പുറത്ത് പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയതാണ് കേട്ടോ. എന്തോ മേടിച്ചേ? സ്പ്രൈറ്റും ഒരു റെഡ് ബുള്ളും. സ്പ്രൈറ്റ്. ആബി ഓണോ കേട്ടോ. അവള് എണീറ്റ്. ആബി ഹായ്. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഗർഭിണിയായ സമയത്ത് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊന്ന് ഫുൾ ചെളിയൊക്കെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്ലേസ് നിങ്ങൾ കാണിച്ചു തരാം. ഇറങ്ങി നമുക്ക് കുറച്ചുകൂടെ നിൽക്കുവാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ.
ഇവിടെ പോകുന്ന വഴിക്ക് നമുക്കിവിടെ കാനഡയുടെ ഫ്ലൈറ്റ് കാണിച്ചില്ല കേട്ടോ. കണ്ടോ, ഇത് കാനഡയുടെ ഫ്ലൈറ്റ് ആണ്, ആർമിയുടെ. ഫോട്ടോ എടുത്താണ്. അതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടോ ഇവിടെ കനേഡിയൻ ആർമിയുടെ ഒക്കെ ഫ്ലൈറ്റ് കാണുന്നത്. ഇവിടെ കുറേ ക്യാരവാനൊക്കെ നിർത്തിയിട്ടുണ്ട്. 2 ക്യാരവാനുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ കുറച്ച് ബോഗികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലൂടെ. അപ്പോൾ വെയിൽ മങ്ങി തുടങ്ങി. ഇവിടെ സമയം 7:26. ഞങ്ങളപ്പോൾ പോരുന്ന വഴിക്ക് വേറെ നല്ലൊരു വ്യൂ പോയിന്റ് എടുപ്പം വണ്ടി എടുത്താണ് കേട്ടോ. ഇതൊരു പള്ളിയാണ്. ഇവിടെ ചർച്ച് സർവീസൊക്കെ ഉണ്ട്. ഹോപ്പ്വെൽ കമ്മ്യൂണിറ്റി ചർച്ചാണത്. അടിപൊളി സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടില് പശുക്കള് പാടം പോലെ അല്ലേ. ഇത് ഫുൾ പശു ഫാമാന്ന് കേട്ടോ. അവിടെ മൊത്തം പശുക്കളാണ് നിൽക്കുന്നതെല്ലാം. അങ്ങ് അറ്റത്ത് കാണുന്നുണ്ട് ചോക്ലേറ്റ് റിവർ പുഴ. വീടുകളൊന്നുമില്ല, ഈ ഫാമും ഇങ്ങനെ കൃഷി സ്ഥലങ്ങളാണ് മൊത്തം താഴെ കാണുന്നത്. വഴിക്ക് ഞങ്ങൾ വേറെ സ്പോട്ട് കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് നിർത്തിയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കോടയാണ്. നമുക്ക് വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ കോട വന്നിട്ട് വഴി കാണാൻ പാടില്ലാത്ത രീതിയിൽ അതുപോലെ കോട ഇറങ്ങിയേക്കുവാണ്. അപ്പുറത്തൊന്ന് കടന്നു നോക്കട്ടെ കേട്ടോ. ഓ, ഒന്നും കാണാൻ പാടില്ലേ. എക്കോ ഉണ്ടോ? കൂക്കി ഓ ആ ഡ്രൈവ് ചെയ്യാൻ പാടായിരിക്കും. ആ, നമ്മള് വണ്ടി നിർത്തുന്ന എല്ലാ സ്പോട്ടിലും ഓരോ പള്ളി വെച്ചിട്ടുണ്ട്. Hitting road so steady with a smile so wide, daughter by our side. Abigail is laughing, memories we're crafting. Maria holds us tight, every day feels right. Wander with us, find joy in light, travel far, morning till night. Family love, pure delight, with Abigail, our guiding light. Mountains high and valleys low, everywhere we choose to go. Laughter echoes through the trees, memories on the breeze. Ooh, skies, adventures new.
ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. Just you. Ooh, oh, so strong and true. In every moment we secure. With Aria we endure. Wander with us, find joy in light. ബോട്ട് എടുക്കണ നോക്കി. വെള്ളമില്ല കേട്ടോ. വെള്ളം മൊത്തം വെയിലിറക്കായതുകൊണ്ട് വെള്ളമില്ല. ഫുൾ ചെളിയാ. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് മാത്രമേ വെള്ളം കിടക്കുന്നുള്ളൂ. Wander with us, find joy in light. Travel far, morning till night. Family love, pure delight. അടിപൊളി ഒരു ടൗണാണ്. ചെറിയൊരു ടൗൺ, പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. കാണാൻ ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടെ ബോട്ടുകളൊക്കെ ഇട്ടേക്കുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വേലിയിറക്കം ആയതുകൊണ്ട് ഈ ബോട്ടുകളൊക്കെ എല്ലാം ഇങ്ങനെ ചെളിയിൽ തട്ടി, അതായത് തട്ടി കിടക്കുവാണ് എല്ലാം. പിന്നെ ഇതിൽ കൂടുതലും ഈ നമ്മുടെ ലോബ്സ്റ്ററിന് ഒക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് കൂടുതലായിട്ടോ ഇവിടെ. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന ടൈമും അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ കോടയൊക്കെ ഇറങ്ങിയൊരു സമയമായതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ലോബ്സ്റ്റർ, എനിക്കൊരു ലോബ്സ്റ്റർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടുത്തെ ലോബ്സ്റ്റർ റോളൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്ന ടൈം ആയപ്പോഴത്തേക്കും കുറേ ക്ലോസ് ചെയ്ത് പോയി. ഞാനെന്തെങ്ങനെ ഇരിക്കണമെന്നല്ല, ഞങ്ങൾ ആൽമലെത്തിയപ്പോഴത്തേക്കും സമയം വൈകിപ്പോയി. ഇപ്പം തന്നെ ഫുൾ ഇരുട്ടായി. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെയും പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇനി പോയി കഴിഞ്ഞാൽ തിരിച്ച് സെയിം റൂട്ട് തന്നെ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ അപ്പോഴത്തേക്ക് ഒരുപാട് ഇരുട്ടും പിന്നെ കൊച്ചും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളന്ന് ആൽമ മൊത്തം കണ്ടിട്ടൊന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ യാത്ര പകുതി വെച്ച് മുടക്കാണ്ട് വന്നു. അതിനൊരു സങ്കടത്തിൽ നിൽക്കണേ കാണുന്നത്. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങുമായിരുന്നു, നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. സാരമില്ല, എന്തായാലും 1 വീക്കും കൂടെ ഞങ്ങൾക്ക് ലീവുണ്ട്. അപ്പോൾ അടുത്തൊരു ദിവസം ഇറങ്ങാം. ബൈക്ക് തന്നെയാട്ടോ, ബൈക്ക് റൈസേഴ്സാണ്. അപ്പം ഞങ്ങളിനി ഇവിടെ നിന്ന് പോവാണ്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ട് നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും വണ്ടി എടുക്കണ്ടേ, ഇവിടെ ലേറ്റായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര പാതി വഴിക്ക് വെച്ചിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. 6 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ആൽമല എത്തിയപ്പോൾ തന്നെ ഒരു 8 മണി 8:30 ആയിരുന്നു. 9 മണിയായപ്പോഴത്തേക്കും സൺസെറ്റായി. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊന്ന് കറങ്ങി നടന്നപ്പോഴത്തേക്കും സമയം ഇരുട്ടായി. പിന്നെ നമുക്കിപ്പോൾ എങ്ങോട്ട് മുന്നോട്ട് പോയാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഇരുട്ട് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കോടയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന വഴി കുറച്ച് ആയപ്പോഴത്തേക്കും കോട വന്നതുകൊണ്ട് ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് വഴികളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ നിർത്തി പോരേണ്ട വന്നു. റെസ്റ്റോറൻറ്റും കിട്ടിയില്ല, ലോബ്സ്റ്റർ റോളും കഴിക്കാൻ പറ്റിയില്ല. അതിനെന്തായാലും അടുത്ത ദിവസം വന്നം അത് കഴിക്കാനായിട്ട് എന്നോർത്തിരിക്കുന്നു. ഞങ്ങളിതേ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഉണ്ട്. തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 10:45 ആവും. അതെ ഇപ്പോൾ 10 മണിയായി. ഇനി ഒരു 1/4 മണിക്കൂറും കൂടെ ഒരു ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ ഇനി എന്തായാലും വരുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ ഞങ്ങൾ 2 പ്രാവശ്യം വന്നതും ഒരെണ്ണം എനിക്ക് തന്നെ വിന്ററിലെന്തോ വന്നു. നമ്മള് സ്ഥലങ്ങള് ആ സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ സമ്മറിലൊക്കെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഈ ടൈമിലൊക്കെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ എന്തായാലും വന്നം. അത് അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വേണം. രാവിലെ ഇറങ്ങണം, എന്നാലാണ് നമുക്ക് ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എല്ലാം കാണാനും ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ അനുഭവങ്ങളും വ്യത്യസ്ത കാഴ്ചകളാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷ്വലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഫുള്ള് കോടയടിച്ച് ആൽമ ഫുള്ള് ഇതിനകത്ത് മിസ്റ്റിലാണ് നിന്നുകൊണ്ടിരുന്നത്. എന്താ നിനക്ക് വിഷമമായോ ഒന്ന് എല്ലായിടത്തും പോകാൻ പറ്റാത്തതില്? വിഷമാണല്ല, പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ ലോബ്സ്റ്റർ റോൾ ഒന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു.
ഇവള് കൊറേ നാളെ പറയാൻ തുടങ്ങിയിട്ട് ലോബ്സ്റ്റർ റോള് കഴിക്കണം, ലോബ്സ്റ്റർ റോള് കഴിക്കണം. അവിടെ ഞങ്ങളുടെ അടുത്ത് ഷെഡിയാക്കലുണ്ട്, പക്ഷെ ഞാനത് ഇവിടെ എല്ലാരും വന്ന് കഴിച്ചിട്ട് നല്ലതെന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് ഒക്കെ കാണാം നമ്മള് നോക്കുമ്പോഴേ. അപ്പൊ അങ്ങനെ കുറെ നാളെ ഞാൻ ലോബ്സ്റ്റർ റോൾ ഇവിടെ വന്ന് ഏകദേശം ഞാനിപ്പോ വന്നിട്ട് 2 വർഷത്തോളം ആവാറായി. ഞാൻ വന്ന ടൈം തൊട്ട് പറഞ്ഞ ലോബ്സ്റ്റർ റോൾ കഴിക്കണമെന്ന്. ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല കഴിക്കാൻ. എന്തായാലും അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും വന്ന് കഴിക്കണം. അതാണ് ഇപ്പൊ എന്റെ. അതെങ്ങനെ നമ്മള് ഓരോ സ്ഥലത്ത് ഇപ്പൊ ഷെഡിയാക്കിലാണെങ്കിലും നമ്മള് കഴിക്കണം എന്ന് വിചാരിച്ചു പോവും. പിന്നെ നമ്മൾ വിചാരിക്കും അന്ന് തിരിച്ചു പോകുമ്പോ കഴിക്കാന്ന് വിചാരിക്കും. തിരിച്ചു പോകുമ്പോഴത്തേക്കും എല്ലാ കടകളും അടച്ചു പോവും. ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോ കഴിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. അപ്പൊ അത് പറ്റാറില്ല. അങ്ങനെ എല്ലാം എനിക്ക് ലോബ്സ്റ്റർ റോൾ തുമ്പത്ത് വന്നിട്ട് എല്ലാം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഇപ്പോൾ ആൽമയിലേക്ക് ആണെങ്കിൽ രാവിലെ ഇറങ്ങിയിട്ട് വെളുപ്പിനെ ഇറങ്ങിയിട്ട് വേണം. ഇനി എന്നാ നിന്റെ ലോബ്സ്റ്റർ കഴിക്കാനായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു വ്ലോഗ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. യാത്ര. അബിഗേൽ അവിടുന്ന് ആൽമ എത്തിയപ്പോ മുതൽ കുറച്ച് ക്രാങ്കിയാണ്. അബിഗേല് ഒന്നിനും സമ്മതിക്കുന്നില്ല. അബിഗേല് കരച്ചിലാണ്. അവിടുന്ന് എണീറ്റ് പോകുന്ന ആൾക്ക് സീറ്റിൽ ഇരിക്കുന്നില്ല തീരെ. അതെത്ര അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. ഇപ്പൊ അവള് ഉച്ചക്കൊന്ന് ഉറങ്ങാൻ ടൈമായിരുന്നു, പക്ഷെ അത് ഉറങ്ങിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ 10 മണിയായില്ല. അപ്പൊ അവള് ഉറങ്ങേണ്ട ആ ഒരു സമയത്തിന്റെ ആയത് കൊണ്ടാണ് അത്ര വാശി. ഞാനിപ്പോ നിൽക്കുന്നത് വേറെ എവിടെ ഇല്ല കേട്ടോ, വീട്ടിലെത്തി ഞങ്ങളൊരു 5 മിനിറ്റ് മുന്നേ. അപ്പോൾ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാ ലൈറ്റ് ഇട്ടാനായിട്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഫുൾ ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ കുറേ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അത് അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങളത് ചെയ്യാം. പിന്നെ ലോബ്സ്റ്റർ റോളും അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം ആൽമയ്ക്ക് പോയിട്ട്. അപ്പോൾ അതും എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിൽ ഞങ്ങൾക്ക് കുറച്ച് പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ അടിപൊളിയാക്കുന്നതായിരിക്കും. പിന്നെ മെസ്സേജ് അയച്ച് കുറേ പേരൊക്കെ അന്വേഷിച്ച ആബിയുടെ കാര്യങ്ങളാണ് കേട്ടോ. ആബിക്ക് ഒരുപാട് ഫാൻസൊക്കെ ആയി. അവക്കടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേന്. ഇതുപോലെ സപ്പോർട്ടൊക്കെ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് അറിയിക്കുക തീർച്ചയായിട്ടും. അതാണല്ലോ നമുക്കിനി പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമൻറ്റൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.